കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ എൻ്റെ മാന്യ കേൾവിക്കാരായ സകല മാതാപിതാക്കൾക്കും സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2020 വളരെ വേദനാജനകമായ അവസ്ഥയിൽ ആയിരങ്ങളുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് കണ്ണുനീർ തടാകമാക്കി അനേകം വീടുകളെയും ദേശത്തെയും ആക്കി വെച്ചുകൊണ്ട് കടന്നുപോയി കഴിഞ്ഞു. 2021 ആദ്യത്തെ ദൂത് നിങ്ങൾക്ക് തരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധമായ അഭ്യുദയകാംക്ഷികൾക്കും 2021 കർത്താവിലെ ആശംസ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വർഷം നമുക്ക് എന്തായിത്തീരുമെന്ന് നമുക്ക് ഒരു തിട്ടവുമില്ല. ആരംഭമൊക്കെ വളരെ ശാന്തമായിട്ട് തുടങ്ങുന്നു. എന്തൊക്കെ പര്യവസാനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ആരംഭത്തിൽ കണ്ട് എത്ര പേര് ഇതിൻ്റെ അവസാനം വരെ കാണും എന്നും തിട്ടമില്ല. ഇതിനകത്തുള്ള ദൈവപ്രവൃത്തി എന്താകാൻ പോകുന്ന അറിയാൻ പാടില്ല. ഒന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, 2021 ആമൻ വലിയ വിടുതലിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മീയ ഉയർച്ചയുടെയും ഒരു നാളുകളായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം ദൈവത്തെ അറിയുവാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും ജനത്തിനുണ്ടായ ഒരു വലിയ അനുഭവത്തിൻ്റെ ദിവസങ്ങളും മാസങ്ങളും ആണ് കടന്നുപോയത്. ഈ 2020 സംഭവിച്ചത് 2021 സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അധികം പേരും. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവൻ നമുക്ക് ഉത്തരവരുളും, നമ്മെ സഹായിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് അതിൻ്റെ നാടിൻ്റെ വിടുതലിന് വേണ്ടി, രാഷ്ട്രങ്ങളുടെ വിടുതലിന് വേണ്ടി, ഭരണകർത്താക്കളുടെ വിടുതലിന് വേണ്ടി, എല്ലാറ്റിനും വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ സദൃശവാക്യത്തിൽ ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിൽപ്പെടുത്തുകയാണ്. 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു: ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. സദൃശവാക്യം എന്ന് പറയുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ രാജാവ്, കിങ് ഓഫ് സോളമൻ എഴുതിയതായ വാക്യങ്ങളാണ് സദൃശവാക്യങ്ങൾ. ഏതാണ്ട് 3000-ത്തിലധികം സദൃശവാക്യങ്ങൾ രേഖാമൂലമായിട്ട് നമ്മുടെ കൈകളിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തിലുണ്ടായിരുന്ന സകല മനുഷ്യവർഗത്തെക്കാളും ജ്ഞാനത്തിൽ തികഞ്ഞവനായിട്ട് ദൈവം ഉയർത്തിയ അതിശ്രേഷ്ഠനായ മനുഷ്യനാണ് ശലോമോൻ. ശലോമോൻ ഭരണം ഏറ്റെടുത്തപ്പോൾ തന്റെ സഹോദരന് കിട്ടേണ്ട സ്ഥാനം ദൈവം തമ്പുരാൻ അവൻ എടുത്തു മാറ്റി ശലോമോന് കൊടുത്ത് കിരീടധാരണ നടത്തി കഴിഞ്ഞ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയത് നാം തിരുവചനത്തിൽ കാണുന്നു. അവൻ മുട്ടുമടക്കി ദൈവത്തോടൊരു കാര്യം ചോദിച്ചു: ഈ ജനത്തെ ഭരിച്ച് നടത്തുവാൻ എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണമേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. എനിക്ക് പണം വേണമെന്നും പൊന്ന് വേണം, വെള്ളി വേണം, നാട് മുഴുവൻ അടക്കി തരണം എന്നൊന്നും ചോദിച്ചില്ല. അവൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ്: ഈ ജനത്തെ നയിക്കുവാൻ, ജനത്തെ നടത്തുവാൻ, ഭരിക്കുവാൻ എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണമേ. സകല മനുഷ്യരും വാസ്തവത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട ഒരു വാക്യമാണത്: വിവേകമുള്ള ഹൃദയം തരണമേ. ആ ശലോമോന്റെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ അംഗീകരിച്ചുകൊണ്ട് അവന് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് അവന് കൊടുത്തു.
എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാരിക്കോരി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തപ്പോൾ അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് സൂര്യന് മീതെയും സൂര്യന് കീഴെയുമുള്ള സകലത്തെയും കുറിച്ച് അവന് ജ്ഞാനമുണ്ടായി. അവൻ്റെ ജ്ഞാനത്തിൻ്റെ അറിവ് കേട്ടുകൊണ്ട് വളരെ ദൂര സ്ഥലത്ത് നിന്ന് അവൻ്റെ കൊട്ടാരത്തിലേക്ക് അവനെ കണ്ടു സംസാരിപ്പാനും അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി അനേക രാജാക്കന്മാരും ഉദ്യോഗസ്ഥരും കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വസ്തി രാജ്യം പോലെയുള്ളവർ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ ജ്ഞാനത്തിൻ്റെ തികവ് അതാണ്. ശലോമോനെ സംബന്ധിച്ച് അറിവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന 4 കാര്യം മാത്രമേ ബൈബിളിൽ കാണുന്നുള്ളൂ. അതിതാണ്: 1, കടലിൽ കൂടെ കപ്പലിൻ്റെ വഴി ശലോമോന് അറിഞ്ഞുകൂടാ. 2, പാറയുടെ പുറത്തുകൂടെ പാമ്പിൻ്റെ വഴി ശലോമോൻ അറിഞ്ഞുകൂടാ. 3, ഒരു വേശ്യയോടുകൂടെ പുരുഷന്റെ വഴി ശലോമോന് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. അവൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതാണ്. അവൻ അറിയാൻ പാടില്ല സകല കാര്യങ്ങളും അവനോട് ചോദിച്ചാൽ അവന് മറുപടി പറയാനുണ്ടാകും. ഒരു മൃഗം കരഞ്ഞാൽ എന്തിനാണെന്ന് അവൻ പറയും. ഒരു പക്ഷി ചിലച്ചാൽ അത് എന്തിനാണെന്ന് അവൻ പറയും. അവന്റെ ജ്ഞാനത്തിന്റെ തികവ് ആർക്കും പറഞ്ഞൊപ്പിക്കാൻ ഒക്കുന്നതല്ല, അതിശ്രേഷ്ഠമാണ്. ആ ശലോമോൻ എഴുതി വച്ചിരിക്കുന്ന സദൃശ വാക്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ തങ്ങി നിൽക്കുന്നതാകും. എന്നാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മാനിക്കാൻ കഴിയാത്തതും തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ്. താൻ കൃപയിൽ നിന്ന കാലമുണ്ട്, കൃപ വിട്ടുപോയ കാലഘട്ടമുണ്ട്. ഇത് രണ്ടിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പറയാൻ ദൈവകൃപയില്ലാത്ത വാക്കുകളും ദൈവകൃപയിലുള്ള വാക്കുകളും രണ്ടാണ്. അതിൽ ശലോമോൻ എഴുതി വെച്ച ദൈവകൃപയിൽ എഴുതി വെച്ച വാക്യങ്ങളിൽ പലതും ഒരു കാലത്തും മറക്കാൻ കഴിയാത്തതും അതിശ്രേഷ്ഠമേറിയ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് മുത്തുപോലെ വായിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാണ്. കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. ഇതൊരു വലിയ വിഷയമാണ്. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാണ് എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും ഉയർച്ച പ്രാപിക്കാൻ ഉയരുവാനുള്ള ആഗ്രഹം സ്വതസിദ്ധമാണ്. ഉയരുവാനുള്ള ആഗ്രഹം മൃഗങ്ങൾക്കില്ല, ഉയരുവാൻ ആഗ്രഹം പക്ഷികൾക്കില്ല. ഒരു ജീവജാലത്തിനും മനുഷ്യനൊഴിച്ച് യാതൊരു ജീവിതങ്ങൾക്കും ഉയർച്ച പ്രാപിക്കണം, ഉന്നതി പ്രാപിക്കണമെന്നുള്ള ചിന്താഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ആ ആഗ്രഹത്തെ ദൈവം വളരെയേറെ മാനിക്കുന്നുണ്ട്. ലോകത്തിൽ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലോക സ്വഭാവങ്ങളെക്കാളൊക്കെ വിഭിന്നമാണ് മനുഷ്യന്റെ ചിന്താഗതി. അവന് ഉയരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിച്ചതാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കാണാം, ലോക ചരിത്രം പഠിക്കുമ്പോൾ കാണാം. ഒരു കാലത്ത് മനുഷ്യന് ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പാറക്കഷണം ചെത്തി അത് ആയുധമാക്കിയെടുത്ത് അത് കത്തിയും മറ്റുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയെടുത്ത് പാറ കൊണ്ട് കാര്യങ്ങൾ നേടിയിരുന്ന ആയുധങ്ങളാക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ശിലായുഗം എന്ന് പറയുന്നു. ആ ശിലായുഗം കഴിഞ്ഞപ്പോൾ പിന്നീട് പല പരിവർത്തനങ്ങൾ വന്നെങ്കിലും നമുക്കൊക്കെ ഏതാണ്ടൊക്കെ അറിയാവുന്ന ഒരു യുഗമുണ്ട്, കാളവണ്ടി യുഗം. 2 കാളയെ കെട്ടി വെച്ചുകൊണ്ട് അതിന് പുറത്തൊരു വാഹനം കയറ്റുന്ന ഒരു ബോക്സ് ശരിയാക്കി വെച്ച് അതിനകത്ത് ലോഡ് കൊണ്ടുപോകുന്ന ഒരു അനുഭവം. ഇന്നതെല്ലാം മാറിപ്പോയി. വൻപിച്ച വണ്ടികൾ, വാഹനങ്ങൾ, 2 ഏക്കർ വാഹനങ്ങൾ, 10 ഏക്കറുള്ള വാഹനങ്ങൾ, 24 ചക്രമുള്ള വാഹനങ്ങൾ,
അങ്ങനെ പോകുന്നതെല്ലാം ലോഡുകൾ കയറ്റിക്കൊണ്ട് പോകുന്നു. ട്രെയിനിൽ കൂടെ ലോഡുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫ്ലൈറ്റിൽ കൂടെ ലോഡുകൾ പാസ് ചെയ്യുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന കാലഘട്ടമായി ഇത് മാറ്റപ്പെട്ടു. എന്നാൽ കാളവണ്ടി യുഗം എന്ന് പറയുന്ന ഒരു യുഗമുണ്ടായിരുന്നു. ആ യുഗവും കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് പുരോഗമിച്ചു ഉയർച്ചയുടെ വന്നതിൻ്റെ കാലഘട്ടമാണ് ഇന്ന് വിദേശങ്ങളിൽ പലയിടങ്ങളിലും കാണുന്ന സ്റ്റിയറിംഗ് പിടിക്കാൻ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ലാതെ ഇലക്ട്രോണിക് യുഗത്തിൽ വന്നിരിക്കുന്നു. വണ്ടി ഓടിക്കുവാൻ ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് വന്നിരിക്കുന്നു. എല്ലാം ഇലക്ട്രോണിക്കാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തേണ്ടിടത്ത് നിർത്തും, അത് പോകേണ്ട വഴിയിൽ കൂടെ മാത്രം കടന്നു പോകും. അങ്ങനെ ഡ്രൈവറില്ലാത്ത വണ്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് മനുഷ്യൻ ഉയരുവാൻ ശ്രമിച്ചു. ആ ഉയർച്ചയുടെ ഭാഗമാണ് ഇന്ന് ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റുകൾ, ഡ്രോൺ ഓടുന്നുണ്ട്. മനുഷ്യ പൈലറ്റ്സ്മാരില്ല. പൈലറ്റില്ലാത്ത വാഹനങ്ങൾ, ഫ്ലൈറ്റുകൾ ആകാശമണ്ഡലത്തിലൂടെ പറക്കുന്നു. ഇത് എങ്ങനെയുണ്ടായി? മനുഷ്യന്റെ ബുദ്ധിപരമായും അവന്റെ സാഹചര്യത്തിലും അവൻ ഉയരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ ഉയർച്ച വളരെ വളരെ വലുതായിട്ട് വരികയാണ്. ഇനിയും ആത്മീയ മണ്ഡലത്തിലുള്ള മനുഷ്യന്റെ ഉയർച്ച അതും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആത്മീയ മണ്ഡലത്തില് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവം കനിയണം. ദൈവികമായ ബന്ധമില്ലാതെ ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവം ഉയർത്തിയാൽ വരെ താഴ്ത്താൻ ആർക്കും കഴിയുകയുമില്ല. ആത്മീയ മണ്ഡലത്തിൽ ഉയർച്ച പ്രാപിക്കുമ്പോൾ ഇന്നത്തെ അനുഭവം പറയുകയാണ്. സാധാരണഗതിയിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ചെയ്യുന്നതായ പ്രവണത, സകല മനുഷ്യരും പുരോഹിതന്റെ അടുക്കൽ പോയി കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് താൻ തരുന്ന ശിക്ഷയെ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തൻ്റെ പാപം പരിഹരിക്കുന്നു എന്നുള്ള ഒരു പ്രമാണമാണ് ക്രിസ്തീയ പാരമ്പര്യത്തിൽ എപ്പിസ്കോപ്പൽ പാരമ്പര്യങ്ങളൊക്കെ അനുവർത്തിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി ഒരു വ്യക്തിക്ക് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ ആ പുരോഹിതന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് താൻ കഠിനമേറിയ പാപം ചെയ്തതെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ചിന്തിക്കാം, ആ പുരോഹിതന് മുമ്പാകെ ഈ പാപം ഏറ്റുപറയാൻ താൻ മടിക്കും. കാരണം അവൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് മിണ്ടാതെ രക്ഷപ്പെടും. ഈ മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ കഴിയുമോ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരാളുടെ മുമ്പാകെ പാപം ഏറ്റുപറയാമെന്ന് വിചാരിച്ചാൽ ആരാണ് പാപം മോചിക്കേണ്ടത്? പാപത്തിൽ വിടുതൽ കൽപ്പിക്കേണ്ടത് ആര്? ഒരു മനുഷ്യൻ കൊലപാതകനും വ്യഭിചാരിയും മോഷ്ടാവും മയക്കുമരുന്നിനടിമയും ദുർനടപ്പുകാരനുമായി തീർന്നു. അവന് സമാധാനമില്ലാതെയായി, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ ഓടി നടക്കുന്നു. ഈ സമയത്ത് അവനെ റിപ്പന്റ് ചെയ്ത് പശ്ചാത്തപിച്ചിട്ട് ഒരു ശുദ്ധീകരണം വരാമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവന് കൊടുത്തിരിക്കുന്ന ഉപദേശം കുമ്പസാരിക്കണമെന്നാണ്. ഈ കുമ്പസാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരുടെ പാപത്തെയാണ് മോചിക്കാൻ അധികാരം? ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യവർഗം യേശു ക്രിസ്തു ഒഴികെ പാപം ചെയ്യാത്ത ഒരൊറ്റ ജീവിതങ്ങൾ കാണുകയില്ല. യേശുവിനെ സംബന്ധിച്ച് കാണുന്ന പാപം ഒഴികെ സകലത്തിലും പരീക്ഷിതനായി എന്നാണ്. അപ്പോൾ പാപം ഒഴികെ അവൻ കോടതിയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തുന്നത്? അത്രമാത്രം ഉറപ്പേറിയ അനുഭവത്തിൽ നിന്ന് ഒരു വ്യക്തി ഒഴിച്ചാൽ, കർത്താവായ യേശു ഒഴിച്ചാൽ, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറ്റപ്പെട്ടു. ഇത് ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സകല മനുഷ്യരെന്ന് പറയുമ്പോൾ വലിയവനെയും ചെറിയവനെയും കറുത്തവനെയും വെളുത്തവനെയും വിദേശിയെയും സ്വദേശിയെയും വിദ്യാസമ്പന്നനെയും വിദ്യാവിഹീനനെയും എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറ്റപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത മനുഷ്യൻ
പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ, നീതീകരണം പ്രാപിക്കാതെ നിത്യതയിലെത്തുവാൻ കഴിയുകയില്ല, സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു സത്യം അറിയണം. ആ നിത്യതയിൽ ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ വാസം ചെയ്യണമെങ്കിൽ പാപിക്ക് സാധ്യമല്ല. പാപം ഒഴിഞ്ഞവനെയൊക്കെയുള്ളൂ. ആ പാപം ഒഴിയണമെങ്കിൽ അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എവിടാണ് ഏറ്റുപറയേണ്ടത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഇടയ്ക്കലല്ല. പാപം ചെയ്ത മറ്റൊരു സകല മനുഷ്യനും പാപം ചെയ്തപ്പോൾ, എൻ്റെ ഭാഷ പറഞ്ഞാൽ പ്രസിഡന്റും മജിസ്ട്രേറ്റും തിരുമേനിയും ഐമേനിയും യുക്തിവാദിയും ഡോക്ടറും എഞ്ചിനീയറും സാധാരണക്കാരും എല്ലാം അതിനകത്ത് പാപം ചെയ്തവരാണ്. ഇവരിൽ ആരോടാണ് പാപം ഏറ്റു പറയേണ്ടത്? ആരാണ് ക്ഷമിക്കുവാൻ അധികാരമുള്ളത്? ഇത് സ്വയം ചിന്തിക്കണം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ എങ്ങനെ കഴിയും എന്ന് വെച്ചാൽ, പാപത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് പാപങ്ങളിൽ ഇടപെട്ടുന്ന പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മറ്റൊരാളുടെ പാപത്തെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? എങ്ങനെ ശുദ്ധീകരിക്കാൻ കഴിയും? ഞാൻ ഒരിക്കൽ ഒരു സംഭവം കണ്ടു. ഞാനൊരു കൺവെൻഷൻ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുണ്ട്. ഒരു സ്ഥലത്ത് ചെന്ന് വാഹനത്തിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഇടവഴി അങ്ങോട്ട് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ അതിൻ്റെ പരിസരത്ത് ഒരു പാവപ്പെട്ടവൻ്റെ വീട്, അതിൻ്റെ പുറകിൽ ഒരു അമ്മയും അവിടെ 1-2 വയസ്സുള്ള ഒരു കുഞ്ഞും അവിടെ എന്തെന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് കടന്നുപോയി. പെട്ടെന്ന് കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടി നോക്കിയപ്പോൾ ഈ അമ്മ പാത്രം കഴിക്കൊണ്ടിരുന്ന അമ്മ കാണുന്ന ഈ കുഞ്ഞ് അവിടെ കിടന്ന ചെളിവെള്ളത്തിനകത്ത് കവിണ്ട് വീണതാണ്. അപ്പൊ ചെളിവെള്ളത്തിൽ കവിണ്ട് വീടുന്നെ അമ്മ എടുത്ത് പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് ഒന്നും ഓർക്കാതെ എൻ്റെ മുഖം അങ്ങ് തുടച്ചു മാറ്റി. അപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? അമ്മ ഏതോ കരി പിടിച്ച പാത്രം കഴുകിക്കൊണ്ടിരുന്ന കൈ കൊണ്ടാണ് കുഞ്ഞിൻ്റെ മുഖത്തെ ചെളിവെള്ളം തുടച്ചത്. ചെളിവെള്ളം തുടച്ചത് പോകുമെന്ന് വിചാരിച്ചപ്പോൾ പകരം കിട്ടിയത് മുഖത്ത് കരിയാണ്. കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ കരി കൊണ്ട് നിറഞ്ഞു. ഞാനത് കണ്ടിട്ട് മനസ്സുകൊണ്ട് പലത് ചിന്തിച്ച് നടന്നുപോയി. ഇതുപോലെയല്ലേ പലരും പാപം മോചിക്കുന്നത്? സ്വന്തം കയ്യിലെ പാപങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അമ്മയെ ശുദ്ധീകരിച്ച് രൂപാന്തരം വരാതെ മറ്റൊരാളുടെ പാപത്തെ ക്ഷമിക്കുവാൻ എങ്ങനെ കഴിയും? എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, പാപത്തെ മോചിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് മറ്റാർക്കുമല്ല. സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ സകല പാപവും തന്നിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ പാപമായി തീർന്നു. അവൻ പാപമായി തീർന്നവനെ കണ്ടാൽ ഇപ്പോൾ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, അവന്റെ രൂപം കണ്ടാൽ മനുഷ്യരൂപമല്ല എന്ന് തോന്നുമാറ് ഇന്ന് പ്രാകൃതനായിട്ട് കിടക്കുന്ന യേശു കർത്താവിനെ നോക്കുമ്പോൾ ഈ പാപം എങ്ങനെ വന്നു? അത് ലോകത്തിൽ സകല മനുഷ്യരുടെയും പാപം തൻ്റെ മേൽ അവൻ ഏറ്റെടുക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും താൻ ശുദ്ധീകരിച്ച് വേർപെടുത്തുന്നവനാണ്. ആ പാപത്തെ ഏറ്റെടുത്തവൻ ക്രൂശിൽ മരിച്ച് 3-ാം നാൾ കല്ലറ വിട്ട് റോമൻ കൈസറുടെ കല്ലറ പൊട്ടിച്ച് പുറത്തു വന്ന് അവൻ ദേശത്ത് സുവിശേഷ യാത്ര നടത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് ശുശ്രൂഷ കൊടുക്കുന്നു. ഇത് നാം കാണുമ്പോൾ പാപമില്ലാത്ത ഒരുവൻ യേശു കർത്താവ് മാത്രമാണ്. അവന് മാത്രമേ പാപത്തെ മോചിക്കാൻ അധികാരമുള്ളൂ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അവനല്ലാതെ മറ്റാർക്കും പാപത്തെ മോചിക്കാൻ അധികാരമില്ലാതിരിക്കുമ്പോൾ ഇവിടെ കുമ്പസാരം എന്ന് പറയുന്നത് ശരിയായ ഉപദേശമല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ മതിയായ ഒരിടമുണ്ട്. നിന്റെ രഹസ്യപാപങ്ങളും കഠിനമേറിയ പാപങ്ങളും ആഴമുള്ളതും പഴക്കം ചെന്നതുമായ പാപങ്ങൾ അത് തുരുമ്പിച്ചു പോകുന്ന കാര്യമല്ല. പഴക്കം ചെയ്യുന്ന പാപമാണെങ്കിലും ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റുപറയേണ്ടത് എവിടെ? പറയേണ്ട ഒരേ ഒരു ഇടം
കർത്താവായ യേശുവിന്റെ മുമ്പിലാണ്. അതിന് നീ ഒരു പ്രത്യേക മാളിക തിരഞ്ഞെടുക്കണ്ട, പ്രത്യേക പുണ്യസ്ഥലം തിരഞ്ഞെടുക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരാ, ആരെങ്കിലും തങ്ങളുടെ സ്വഭാവ ദൂഷ്യ നിമിത്തം മാനസിക ദുഃഖം അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുറവുകളും നിന്റെ തെറ്റുകളും നീ നിന്റെ മുറിക്കകത്തിരുന്ന്, നിന്റെ കട്ടിലിരുന്ന്, അല്ല അവിടെയും സാധ്യമല്ലെങ്കിൽ നിന്റെ പുരയിടത്തിലുള്ള ഒരു വൃക്ഷ ചുവട്ടിലിരുന്നു കൊണ്ട് നീ ദൈവത്തോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയൂ. അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. അവൻ നിന്റെ പാപത്തെ ക്ഷമിച്ച് ഒരു വാചകം മാത്രം പറയും: പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. അതിന്റെ വിശദീകരണങ്ങളും അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അതിന്റെ ശിക്ഷ ഇന്നതാണെന്നൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അവനൊന്നേ ഉള്ളൂ, പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരം അവനുള്ളത് കൊണ്ട് നിന്റെ പാപം ഞാൻ ക്ഷമിച്ച് തന്നിരിക്കുന്നത് പറയുന്നവൻ പാപത്തെ ക്ഷമിച്ചാൽ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഇന്ന് കുമ്പസാരത്തിന് പകരം ആധുനികമായി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കൂപ്പർ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഞാൻ കേട്ടു. അതായത് 6500-ലധികം ഫാമിലി ഉള്ളതായ കൂപ്പർ സിറ്റിയിലെ ചർച്ചില് അവിടെ പാപമോചനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമുണ്ട്. എന്താണെന്നറിയാമോ? വെബ്സൈറ്റ്, ഓൺലൈൻ വെബ്സൈറ്റ് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതൊരു മനുഷ്യന് പാപം ചെയ്താലും പാപത്തെ ഏറ്റുപറയാൻ പുരോഹിതന്റെ അടുക്കൽ മനുഷ്യന്റെ അടുക്കൽ പോകണ്ട, നേരെ വെബ്സൈറ്റ് നീങ്ങിയാൽ മതി. അപ്പോൾ ലോകം അറിയില്ല, പാപം ഏറ്റുപറയാം. വെബ്സൈറ്റിന് മുമ്പാകെ പാപങ്ങൾ പോയിട്ട് ഏറ്റുപറഞ്ഞിട്ട് പോരുമ്പോൾ വെബ്സൈറ്റ് പാപത്തെ ക്ഷമിച്ചും കൊടുക്കുന്നു പോരുന്നു. എൻ്റെ സഹോദര, എന്തൊരു നാണം കെട്ട ഇടപാടാണത്! എന്തോ ഒരു മോശകരമായ പരിപാടിയാണ്. നിന്റെ പാപം ക്ഷമിക്കാനുള്ള അധികാരം ലോകം കണ്ടുപിടിച്ച വെബ്സൈറ്റിനുണ്ടോ? അത് ഓൺലൈനിൽ നീ പോകേണ്ട കാര്യമില്ല. ഓൺലൈനിൽ പാപം മോചിക്കാൻ പോകുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ള എക്സാമ്പിൾ പറയാണ്. ആ വെബ്സൈറ്റിൻ്റെ ഒരിക്കൽ പോയി പാപം മോചിച്ചതുള്ള ബോധ്യത്തോടെ തിരിച്ചു വരുന്ന സഹോദര അല്ലെ സഹോദരി, നീ വഴിയിൽ വെച്ച് തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ മരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ നിനക്ക് അന്നൊരു സമാധാനമുണ്ട്. കാരണം പാപം ഏറ്റുപറഞ്ഞ് വെബ്സൈറ്റിന്റെ പാപം ക്ഷമിച്ചു തന്നല്ലോ, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഞാൻ ഉദാഹരണത്തിന് അങ്ങ് പറയുകയാണ്. നീ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഡ്യൂട്ടിക്കുന്ന ദൂതന്മാരുണ്ട്. അവർ ചെല്ലുന്നവരെല്ലാം കൈപിടിച്ചകത്ത് കയറ്റുന്നവരല്ല, കയറുന്നവരെല്ലാം ഒന്ന് പരിശോധിക്കുമ്പോൾ എല്ലാം ഏറ്റുപറഞ്ഞ പാർട്ടിയാണ്. ശരി, നിന്റെ പാപം മോചിച്ചു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? അതിന്റെ തെളിവ് എന്താണ്? ഒരു തെളിവും വെബ്സൈറ്റിന് കൊടുക്കാനില്ല, അവൻ്റെ തെളിവുമില്ല. എന്നാൽ ദൂതൻ ചോദിച്ചു, പാപത്തെ മോചിച്ചു തരുന്നെങ്കിൽ പാപം മോചിച്ചവന്റെ നെറ്റിമേൽ അവന്റെ ശരീരത്തില് രക്തത്തിന്റെ അടയാളം കാണും. ആ രക്തമേത്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. സകല മനുഷ്യവർഗത്തിനും വേണ്ടി ബലിയാടായി തീർന്ന അറുക്കപ്പെട്ട പാപത്തെ മോചിക്കാൻ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അത് കർത്താവായ യേശുവല്ലാതെ മറ്റാരുമല്ല. അവന്റെ രക്തത്തിന്റെ മുദ്രയുണ്ടെങ്കിൽ ആമേൻ നിനക്ക് സ്വർഗീയ കവാടം അടഞ്ഞു കിടക്കയില്ല, അവന് തുറക്കപ്പെടും. അതില്ലാതെ നീ ആനയുടെ രക്തം എടുത്താലും കുതിരയുടെ രക്തം എടുത്താലും കാളയുടെ രക്തം എടുത്താലും ആ രക്തമൊന്നും ഇതിന് തുല്യമല്ല. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വ്യക്തവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ എന്ന് ആമേൻ എഴുതപ്പെട്ടിരിക്കുന്ന വചനം മറക്കരുത്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമുക്ക് വീണ്ടെടുപ്പ് നടക്കുന്നത് എങ്കിൽ വെബ്സൈറ്റിന്റെ ഒരിക്കൽ പോയി പാപം മോചിച്ചെന്ന് പറഞ്ഞ് തിരിച്ച് നടക്കുന്ന മൂഢനായ മനുഷ്യൻ സ്വർഗത്തില് നിത്യതയുടെ സിംഹാസനത്തിൽ നിത്യതയുടെ വാതിൽ തുറന്നു കിട്ടണമെങ്കിൽ
ചെല്ലുന്നവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിന്റെ രക്തം കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച, പാപമോചനം പ്രാപിച്ച അടയാളവുമായിട്ട് ചെല്ലണം. അതില്ലാതെ പോകുന്നതൊന്നും നീതീകരിക്കപ്പെടുന്നതല്ല. ലോകത്തിൽ അനേകം നല്ല ആളുകളുണ്ട്. ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ വളരെ നല്ല നല്ല ആളുകളുണ്ട്. ഏത് ജാതിയിലും വളരെ നല്ല ആളുകളുണ്ട്. ഈ നല്ല ആളുകളെയൊക്കെ ആണെങ്കിൽ ആമേൻ, നല്ലവരെന്ന് പറയുന്നവരൊക്കെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നും വിചാരിക്കേണ്ട. നല്ലവരെ ചേർക്കാൻ കർത്താവ് വരികയില്ല. വരുന്നെങ്കിൽ വരുന്നത് ആമേൻ നല്ലവരെ ചേർക്കാനല്ല, പ്രത്യുത വിശുദ്ധന്മാരെ ചേർക്കാനാണ്. മിടുക്കന്മാരെ ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാനാണ്. എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും? കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ രക്തം കൊണ്ട് കഴുക പ്രാപിച്ച അനുഭവം. ഇനി ഞാൻ മുന്നോട്ട് കടന്നു വരികയാണ്. ദൈവത്തിന്റെ മക്കളെ, ഓൺലൈൻ കുമ്പസാരവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ അടുക്കൽ പോയി ഏറ്റുപറയാതെ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടത്തണം. ആ പരിശ്രമം ഏതു മനുഷ്യനുണ്ട്. ഒരിടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന വലിയ ബിസിനസ് രംഗങ്ങൾ കാണുന്ന പല ആളുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കോൾഗേറ്റ് മുതലുള്ള വലിയ കമ്പനികളൊക്കെ അത് എത്രമാത്രം ഉയർന്നത്, ഉയർച്ചയിൽ നിന്ന് ഉയർത്തതല്ല, ഏറ്റവും താഴെക്കിടയിൽ നിന്നൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം തമ്പുരാനവരെ ബിസിനസ്സുപരമായി ഉയർത്തി കോടീശ്വരന്മാരായി മാറി. താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദൈവം എന്നേക്കുമുള്ളെന്ന് ഇസ്രായേൽ പാടുന്നു. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തു. നമ്മുടെ ബലഹീനതയിൽ താഴ്ചയിൽ ഓർക്കുന്നൊരു നല്ല കർത്താവ് നമുക്കുള്ളപ്പോൾ അവൻ നമ്മെ ഉയർത്തുന്നു. ഉയർത്തി എവിടെ ഏറ്റവും ഉയർത്തുന്നു? ആമേൻ. മനുഷ്യൻ ഉയരുവാനുള്ള ഇടമെന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ അവന് വഴി കൊടുക്കുന്നു. ഉയർച്ച എന്ന് പറയുമ്പോൾ ലോകത്തിൽ കാണുന്നതായ പനമരം ഉയരുന്നത് പോലെയോ തെങ്ങും കമുകും ഉയർന്നു പോകുന്നത് പോലെയോ മേലോട്ട് പോകുന്ന ഒരു അനുഭവമല്ല. ഏതു മനുഷ്യന്റെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പരിമിതിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മനുഷ്യന്റെ വളർച്ച, ശാരീരിക വളർച്ച 25 വയസ്സ് കൊണ്ട് തീരുമെന്നുള്ളതാണ്. പിന്നീട് കഴിക്കുന്ന ഏത് ഫാറ്റി ഫുഡ് കഴിച്ചാലും ഏത് ആഹാരങ്ങൾ കഴിച്ചെന്നാലും ആ ശരീരത്തിന് പിന്നെ ഉയർച്ചയല്ല വരുന്നത്, അത് തടിച്ചു കൊഴുക്കുകയാണ്. അപ്പോൾ പിന്നെ കൊളസ്ട്രോളായി, BP ആയി, ഷുഗറായി, പ്രശ്നമായിട്ട് അങ്ങ് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ അസ്ഥികൾ വളരുന്ന ഉയർന്ന പ്രായം 25 വയസ്സ് വരെയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഉയരാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാനുഷിക ശരീരത്തിന്റെ ഉയർച്ചകളും വളർച്ചകളും അല്ല ഇവിടുത്തെ പ്രധാന ഘടകം. ആത്മീയമായ വളർച്ചയും ഉയർച്ചയുമാണ്. ശലോമോൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം ശാരീരിക വളർച്ചയെക്കുറിച്ചല്ല അവൻ പറയുന്നത്, ആത്മീയ വളർച്ച, ഉയർച്ചയെക്കുറിച്ചാണ്. സ്വയം ചിന്തിക്കണം. ദൈവസന്നിധിയിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആത്മീയമാണോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നത്? നമ്മുടെ അനുഭവം അതാണോ? ജഡമോഹികളായിട്ട് ലോകബന്ധത്തിൽ, ലോക സാഹചര്യത്തിൽ ജീവിച്ചപ്പോഴുള്ള അനുഭവമാണോ ആത്മീയത്തിൽ വന്നപ്പോൾ ഉണ്ടായത്? പണ്ട് ദരിദ്ര കുടുംബത്തിൽ വളരെ ക്ഷീണിച്ച അനുഭവങ്ങളിൽ ഒന്നുമില്ലായ്മയിൽ കിടന്ന തന്നെ നീ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ നിന്നെ കൈക്ക് പിടിച്ച് ഉയർത്താൻ തുടങ്ങി. നിന്റെ സാമ്പത്തികമായ പദ്ധത എന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതുപോലെ ആയിരുന്നുവോ? നീ ഒരു 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു എങ്കിൽ, സ്ഥാനപ്പെട്ടു വന്നു എങ്കിൽ, ആ സമയത്ത് നിനക്കുണ്ടായിരുന്ന ഭൗതിക അനുഭവമാണോ ഇന്ന് 40 വർഷം കഴിഞ്ഞ് നിനക്കുള്ളത്? ഒറ്റ മനുഷ്യൻ പോലും ഞാൻ അധപ്പതിച്ചു പോയി എന്ന് പറയുവാനിടയായി തീരുകയില്ല. എന്തുകൊണ്ട്? ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം തമ്പുരാൻ മാനിക്കുമെന്നുള്ള വചനം വളരെ ശക്തമാണ്. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവൻ ഉയർത്തും. വിശ്വസ്തന്മാരെ അവൻ ഉയർത്തി മാനിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരുന്നു. ഉയർച്ച എന്ന് പറയുന്നത് ശാരീരിക വളർച്ചയല്ല, ആത്മീയ വളർച്ചയാണ്. ആത്മീയ വളർച്ചയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവന് കടന്നു പോകേണ്ടി വരുന്നതായ ചില 4 ഘട്ടങ്ങൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്.
4 ഘട്ടങ്ങൾ കൂടെ മറികടന്നേ അവൻ ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ഘട്ടം ഞാൻ നിങ്ങൾ പറയാം. 40-ാം സങ്കീർത്തനം അതിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 40-ാം സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഞാൻ 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 യഹോവയ്ക്കായി കാത്തിരുന്നു. എനിക്കവിടെ ശാന്തമായിട്ടൊരു കാര്യം ഭക്തന്മാരായ ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാനുണ്ട്. ആ വാക്കിന്റെ ഗൗരവം എത്ര ആഴമാണ്. ഞാൻ കാത്തിരുന്നു എന്നല്ല പറഞ്ഞേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആ വാക്കുകൾ ഉച്ചരിപ്പാൻ വളരെ വേഗത്തിലാണ്. അനുഗ്രഹവും നന്മയും ഉയർച്ചയും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വല്ലവരും എൻ്റെ മുമ്പിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, വല്ലവരുമല്ല എല്ലാവരും തന്നെ അത് ആഗ്രഹിക്കുന്നവരാണ്. നിന്നോട് ഒരു നല്ല അഡ്വൈസ് ഞാൻ പറഞ്ഞു തരാം. നീ യഹോവയ്ക്കായി കാത്തിരിക്കുക. പലർക്കും സംഭവിച്ചിരിക്കുന്ന കുഴപ്പം തിടുക്കമാണ്, തിരക്ക് കൂടുതലാണ്, ദൈവസന്നിധിക്കാൻ സമയം കിട്ടുന്നില്ല. അവർക്ക് ബിസിനസ് രംഗമുണ്ട്, അവർക്ക് മക്കളുടെ കാര്യമുണ്ട്, ഉദ്യോഗത്തിൻ്റെ തിരക്കുണ്ട്, അവർക്ക് പലവിധമായ പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ഷോർട്ട് ടൈം വേണ്ടി വന്നാൽ നിന്നുകൊണ്ട്, അല്ലെ കിടക്കാൻ നേരത്ത് കർത്താവെ കാത്തുകൊള്ളണേ എന്നും പറഞ്ഞ് ചങ്ങ് കിടക്കുന്നു. 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അവർക്ക് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്റെ ചോദ്യം, എത്ര സമയം കാത്തിരുന്നു? എത്ര സമയം കാത്തിരിക്കുന്നു? നീ ദൈവകൃപ പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, ബന്ധനമഴിഞ്ഞു മാറുവാൻ, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു നല്ല വഴിയെ നടക്കുവാൻ നീ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നു. നീ എത്ര സമയം ഇരിക്കും? വളരെ തിടുക്കത്തോടെ വീട്ടുകാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ച് ഓടി വന്ന് യോഗത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് 10:30 മുതൽ 12:30 വരെ ഉപവാസ പ്രാർത്ഥന 2 മണിക്കൂർ. ഈ 2 മണിക്കൂറിൽ കഷ്ടിച്ച് 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ആണ് ചിലപ്പോൾ പല ആളുകളും അറ്റൻഡ് ചെയ്യുന്നത്. അവൻ്റെ അന്നേരത്തെ പ്രാർത്ഥന, തിടുക്കത്തോടെ പ്രാർത്ഥന, ഈ 1 മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കുന്നതിനകം കർത്താവ് എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരണേ, എൻ്റെ കാര്യം സാധിച്ചു തരണേ എന്ന് അങ്ങോട്ട് നോട്ടിട്ട് കൊടുക്കുകയാണ് ദൈവം തമ്പുരാനെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാര, നീ ദൈവത്തിന് നോട്ടിട്ട് കൊടുക്കണ്ട, അവന് പ്രോഗ്രാം ഷീറ്റ് എഴുതി കൊടുക്കണ്ട, നിന്റെ സമയത്തിൻ്റെ പരിമിതി ഒന്നും നീ പറഞ്ഞു വെക്കണ്ട. നിനക്ക് കാര്യം സാധിക്കണമെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ കാത്തിരിക്കണം. അവൻ നിന്നോട് ഇടപെടുന്നത് വരെ, നിന്നെ അനുഗ്രഹിക്കുന്നത് വരെ നീ കാത്തിരിക്കണം. അതിന് സമയക്ലിപ്തി ഒന്നുമില്ല, അതിന് ഇത്ര മണിക്കൂർ എന്നുള്ള കണക്കില്ല. നീ ദൈവസന്നിധിയെ കാത്തിരുന്നു എന്ന് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനും ദൈവം ഏറ്റവും അധികം മാനിക്കുന്ന ആ ദൈവ മനുഷ്യനുമായിരിക്കുന്ന മോശ എന്ന് പറയുന്ന ആ വലിയ പ്രവാചകനെ, പഴയ നിയമത്തില് മോശയും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ നിൽക്കുന്നവനാണ് മോശായി എന്ന് പറയുന്ന ആ വലിയ നേതാവ്. ആ മോശ ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവ ആലോചനയും മാത്രം കേട്ടുകൊണ്ട് കൂടാരത്തിൽ നിന്ന് ദൈവന്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്ന ആ പ്രിയപ്പെട്ടവനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ ജനത്തിന് നടുവിൽ 100 കണക്കിന് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു കിടക്കുകയാണ്. പരിഹരിക്കാൻ ആരെ കൊണ്ട് കഴിയുന്നില്ല.
ഇതിപ്പോ തേണ്ട ഡൽഹി കിടന്ന് കളിക്കുന്നു, കർഷക സമരം നടക്കുന്നു. രണ്ടു കൂട്ടരും അയോ വെക്കുന്നില്ല, രണ്ടുപേരും കോംപ്രമൈസ് വരുന്നില്ല. ആ സമരം അങ്ങ് പോകുകയാണ്. ഇതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനം മോശയുടെ മുമ്പാകെ, ദൈവത്തിന്റെ മുമ്പാകെ സമരമുഖവുമായിട്ട് അവര് നിരന്തരമായി നിൽക്കുകയാണ്. അവർക്ക് ആരോപണങ്ങളും ദൂഷ്യവശങ്ങൾ പറച്ചിലും അവർക്ക് പലവിധമായ വികൃതത്തരങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കും ഇവരുടെ ഇടയിൽ? എൻ്റെ സഹോദര, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ മോശ മാത്രമേ ഉള്ളൂ. ഒരു ന്യായാധിപനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവജനത്തെ കാണുന്നതുകൊണ്ട് ഞങ്ങൾ പറയാം, മോശയുടെ അമ്മാവിയപ്പൻ ഒരു ദിവസം അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മോശയുടെ ഇല്ല. തിരികെ പറഞ്ഞു, ന്യായവിധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനത്തിന്റെ കേസുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഉറക്കളച്ച് ഇരിക്കുകയാണ്, അവൻ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. പക്ഷെ ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അവൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശുദ്ധഭാഷയിൽ ഞാൻ നിങ്ങൾ പറയുകയാണ്, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മോശ ആ കോടതിയിൽ നിന്ന് വീട്ടിൽ വന്നു. അമ്മായിപ്പനെ കണ്ടു. പറഞ്ഞ്, ഞാൻ ഒരുപാട് മണിക്കൂറായി നിന്നെ കാത്തിരുന്നു. പറഞ്ഞ്, എന്ത് ചെയ്യാൻ അപ്പച്ച, പ്രശ്നങ്ങൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാവുന്ന മുഴുവനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, ദൈവത്തിൻ്റെ ആലോചന കൊടുക്കുന്ന എല്ലാം കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. അമ്മായിപ്പൻ ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇത്രയധികം കിടന്ന് തന്നെ താൻ കഷ്ടപ്പെടേണ്ട. നീ ജനത്തിന് നടുവിടുന്ന യോഗ്യതയുള്ളതായ, അഭിഷേകമുള്ളതായ, വിദ്യാഭ്യാസമുള്ളതായ, സ്റ്റാൻഡേർഡ് ഉള്ളതായ, യോഗ്യന്മാരായ ചിലരെ തിരഞ്ഞെടുക്കണം. അതിലെ ജനത്തിൻ്റെ ഒരു 10 പേർക്ക് ഒരു ജഡ്ജിയായിട്ട്, ന്യായാധിപനായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണം. 100 പേർക്ക് അധിപതിയായ ഒരാളെ അപ്പോയിന്റ് ചെയ്യണം. 1000 പേരുടെ അധിപതിയായി മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യണം. ഈ കോടതികൾ, കീഴ്ക്കോടതിയോട് മേൽക്കോടതി, സുപ്രീം കോടതി വരെ അങ്ങനെ ആയിത്തീരുമ്പോൾ അവരുടെ ഇടയിൽ അവർക്കാർക്കും സാധ്യമല്ലാത്ത കാര്യം നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. മോശ അത് പറഞ്ഞു, നിങ്ങൾക്ക് അസാധ്യമായത് എൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ, ഞാനത് പരിഹരിക്കാം. അപ്പോൾ കോടതി ഉണ്ടായതിൻ്റെ അടിസ്ഥാനവും ബൈബിളാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പഞ്ചായത്തായാലും മറ്റു ഇടങ്ങളായാലും കോടതികളൊക്കെ അങ്ങ് പോയി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പോകുന്നു. പിന്നെയും കിടക്കുന്ന കോടതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇസ്രായേൽ മക്കളുടെ നടുവിൽ മോശയ്ക്ക് കൊടുത്തതായ തൻ്റെ ഫാദറിലൂടെ അമ്മായിയപ്പൻ്റെ ഉപദേശമാണ്. ആ അവസ്ഥയിലിരിക്കുന്ന മോശ തിരക്കിൻ്റെ നടുവിലിരിക്കുമ്പോൾ ഒരു ദിവസം അവന് ദൈവത്തിൻ്റെ ആലോചന ശബ്ദം കേട്ടു, പർവ്വതത്തിലേക്ക് കയറി വരിക. മോശ പിന്നീടൊന്നും ആലോചിച്ചില്ല. പലതും അവൻ പെൻഡിങ്ങിൽ വെച്ചു. അവൻ്റെ തിരക്കെല്ലാം ഒന്ന് മാറ്റി, പ്രോഗ്രാം ഷീറ്റ് മാറ്റി വെച്ചു. ഡയറി നോക്കിയപ്പോൾ തീരാത്ത പ്രശ്നങ്ങളുടെ ഡയറിയിൽ കുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം പരിഹരിച്ചിട്ട് പോകാമെന്നല്ല മോശ തീരുമാനിച്ചത്. അവൻ ഓടി വന്ന് തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹറോന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, പർവ്വതത്തിലേക്ക് യഹോവയായ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ പോകുകയാണ്. ഈ ജനത്തെ ശരിക്കും നയിച്ച് നടത്തിക്കൊള്ളണം, അവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് മോശ തൻ്റെ ഉടുതുണിക്ക് വേറെ തുണി പോലും എടുക്കാതെ, മറുതുണി എടുക്കാതെ, അവന് യാതൊരു കരുതലുകളും കൂടാതെ ആ പർവ്വതത്തിൽ ചെന്ന ഉടനെ യഹോവയായ ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശം അറിയിച്ചവനെ മടക്കി വിടുവാനുള്ള ചിന്തയോടെ മോശ പോയി പർവ്വതത്തിൽ ചെന്നു. ആ പർവ്വതത്തിൽ അവന് മുട്ടുകുത്തി അവിടെ ഇരുന്നു. ഓവേ, അടിയനിതാ, നിന്റെ വിളിക്കനുസരണമിതാ കടന്നു വന്നിരിക്കുന്നു. അടിയനിതാ, നീ സംസാരിക്കണമേ. പക്ഷേ യാതൊരു പ്രതികരണവും ഇല്ലാതെ മോശ എവിടെ ഇരുന്നു.
ആ രാത്രി മുഴുവൻ ഇരുന്നു, ഒരു പ്രതികരണമില്ല. അടുത്ത പകല് മുഴുവൻ കാത്തിരുന്നു, പ്രതികരണമില്ല. അടുത്ത രാത്രി, അടുത്ത പകല്, രാത്രി പകല്, രാത്രി പകല്. ഇവൻ കാത്ത് 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 കാത്തിരിക്കുകയാണ്. രണ്ടു വാക്കുകൊണ്ട് തിരിയല്ല, കാത്ത് കാത്തിരുന്നു പറയും തിരിയല്ല. അവനെ വിളിച്ചതിന്റെ ഉദ്ദേശം അറിയുന്നത് വരെ അവന്റെ ദൈവസന്നിധിയില് ആ പർവ്വത ശിഖരത്തിൽ അവൻ കാത്ത് കാത്ത് കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ വിളി എന്തിനെന്നറിയാൻ വേണ്ടിയാണ്. എന്റെ മാന്യ കേൾവിക്കാരെ, ഞാൻ നിങ്ങളെ തിടുക്കം കാണിക്കാനുള്ളതല്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഇരുന്ന് നിന്റെ വേദന, നിന്റെ ഭാരങ്ങൾ, നിന്റെ ആവലാതികൾ ആമേൻ ദൈവസന്നിധി വെച്ചിട്ട് മറുപടി കിട്ടാൻ പ്രതീക്ഷിച്ചാൽ ആമേൻ നിന്റെ സമയം നോക്കിയല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിവാകുന്നത്. അവനവിടെ കാത്ത് കാത്ത് കാത്തിരുന്നു. ഒരു മാസം കഴിഞ്ഞു, തിന്നുകയോ കുടിക്കുകയോ പോലും ചെയ്യുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നില്ല, ജീരക വെള്ളം കുടിക്കുന്നില്ല, ഒരു ചായ കുടിക്കുന്നില്ല, യാതൊരു ഫുഡും അവർ കഴിക്കുന്നില്ല. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദിവസങ്ങൾ മാറിക്കിടങ്ങുന്നു. ഒരു മാസം കഴിഞ്ഞു, വീണ്ടും സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. 40ാമത്തെ ദിവസം വന്നപ്പോൾ അവൻ കണ്ടു, സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടു. ഇന്നും കർത്താവേ നീ വരുന്നില്ലയോ, ഇന്നും അരുളി ചെയ്യാൻ വരുന്നില്ലയോ? അവന്റെ മനസ്സങ്ങനെ മന്ത്രിക്കുകയാണ്. ഞാൻ എത്ര നാൾ ഇവിടെ കാത്തിരിക്കണം, എത്ര സമയം നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നവന്റെ മനസ്സ് നിരാശപ്പെട്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായ അനുഭവം മറ്റൊന്നാണ്. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ച പോലെ തോന്നുന്നു. ഒരു വലിയ കൂരിരുട്ട് അവിടെ വ്യാപരിച്ചു. ഒരു വലിയ കൂരിരുട്ട് വ്യാപരിച്ചു. ആ കൂരിട്ട്, അസമയത്ത് കൂരിട്ടുണ്ടായപ്പോൾ ഇവർ ഭയപ്പെട്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവൻ കണ്ണ് അടയ്ക്കാതെ അവനെതിരെ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് കേൾക്കാം, അടുത്തടുത്ത പ്രദേശങ്ങളില് പാറകൾ പൊട്ടിത്തകരുന്ന വലിയ ഇടിയോട് വെട്ടുന്ന ശബ്ദം പോലെ ആരെയും ഭയപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം, പരിസരത്ത് നിന്ന് പുകച്ചുരുളുകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് കയറി വരുന്നു. അപ്പോൾ കേൾക്കാം ദൂതന്മാര് ഊതുന്ന കാഹളത്തിന്റെ ശബ്ദം അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ മുഖരിതമായി വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കരമേറിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു തോന്നുന്ന അന്തരീക്ഷത്തിൽ മോശ അങ്ങനെ ഏകനായിട്ട് കാത്ത് കാത്തിരിക്കുമ്പോൾ കാണാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കൂരിരുട്ടിന്റെ നടുവിൽ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ് അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്ന കാഴ്ച കാണാം. കൂരിരുട്ടിനകത്ത് ടോർച്ചടിക്കുമ്പോൾ അതിന്റെ ലൈറ്റിങ് അതങ്ങനെ ഇരുട്ടിനെ മുറിച്ചു പോകുന്നത് പോലെ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ്സിന്റെ കിരണങ്ങൾ കീഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നത് ഈ കാത്തിരിപ്പുകാരനായ മോശ കണ്ടു. ആ തേജസ് ഇറങ്ങി വരികയാണ്. മോശ കണ്ണിമ വെട്ടാതെ ആ തേജസ്സിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ പവർ കൂടുകയാണ്, അതിന്റെ ശക്തി, അതിന്റെ തേജസ് കൂടുകയാണ്. അത് കീഴോട്ട് ഇറങ്ങി 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 മോശയുടെ അടുക്കലേക്ക് വരികയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ രംഗം നമ്മൾ സൂക്ഷിക്കണം. ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ അവൻ കാണുന്നത് ഏതോ രൂപം. അവനാരെ കാത്തിരുന്നുവോ ആ കാത്തിരുന്ന തേജോമയനായ ദൈവം ആ തേജസ്സിൽ അവന്റെ മുമ്പാകെ നിൽക്കുകയാണ്. അവൻ വന്നത് വെറുതെ വരികയല്ല ചെയ്തത്. അവന്റെ മാർവിലേക്ക് ചാരി പിടിച്ചുകൊണ്ട് ഒരു കൽപ്പലക അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മോശയുടെ അടുക്കൽ അവന് വന്നു കഴിഞ്ഞു. മോശ വളരെ ബദ്ധപ്പാടോടെ, വളരെ ജാഗ്രതയോടെ, വളരെ മാനസിക നിലവാരത്തിന്റെ ആ വിതുമ്പലോടെ അവന് ഈ തേജോമയനെ നോക്കുമ്പോൾ ആ തേജോമയനായ യഹോവയായ ദൈവം തന്റെ കയ്യിലിരുന്ന ഈ കൽപ്പലക
മോശയ്ക്ക് സംഭാവന ചെയ്തു. മോശ 2 കൈ നീട്ടി അതിങ്ങ് ഏറ്റുവാങ്ങിയ ഒരു കൽപ്പലകയാണ്. അതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാണാം, ആ പലകയുടെ 2 വശത്തും എഴുതിയിട്ടുണ്ട്. ഇതാരാണ് എഴുതിയത്, എങ്ങനെ എഴുതിയതാണ്, ഏത് ആർട്ടിസ്റ്റാണ്, ഏത് കലാകാരനാണ് എഴുതിയത്? അവിടെ ഒരു കലാകാരനും വന്നില്ല, ആരും എഴുതിയില്ല. പുറപ്പാട് പുസ്തകം വായിക്കണം, 32-ാം അധ്യായത്തിൽ നിങ്ങൾ കാണും. ആമേൻ. അഗ്നിമയമായ പ്രമാണം സ്വന്തം വിരൽ തുമ്പുകൾ കൊണ്ടെഴുതി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മോശയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കൽപ്പലകയിലുള്ള എഴുത്ത് അഗ്നിമയമായ പ്രമാണമാണ്. 10 കൽപ്പനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഭൂമിയിൽ ആര് ചമച്ചതല്ല, കമ്മിറ്റി കൂടിയതല്ല, കൗൺസിലിന്റെ തീരുമാനമല്ല. ഇത് ഉയരത്തിലെ തമ്പുരാൻ ജനത്തിനു വേണ്ടി കൊടുക്കുവാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വാങ്ങിക്കുവാൻ യോഗ്യതയുള്ളത് ആർക്ക്? കാത്ത് കാത്ത് കാത്തിരിക്കുന്ന മോശയ്ക്ക് തന്നെ. ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിനക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവസനെ മുട്ടുമടക്കി കാത്തിരിക്കുക. ആ കാത്തിരിപ്പിന്റെ ദൈർഘ്യം അനുസരിച്ച് നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹത്വവും വലിയതായിരിക്കും. ലോക ചരിത്രത്തിൽ അതിനു മുമ്പോ അതിന് പിന്നിലോ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പ്രമാണം കൊടുത്തൊരു ചരിത്രമില്ല. ഈ വലിയ പ്രമാണം 2 വശത്തും എഴുതപ്പെട്ട ആ ന്യായ പ്രമാണം മോശയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവന്റെ സന്തോഷം എനിക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാനൊക്കെയില്ല. ഒരു കാലത്ത് ഒരുത്തർക്ക് ലഭിക്കാത്ത അതിശ്രേഷ്ഠമേറിയതാണ് ഈ കാത്തിരിപ്പുകാരന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരായ ദൈവമക്കളെ, നീ എത്രമാത്രം കൃപയിൽ നിന്ന് ദൈവസാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ, അതിന് തുല്യമായ അനുഗ്രഹവുമായിട്ട് ദൈവത്തിന്റെ ദൂതൻ, ദൈവ സാന്നിധ്യം, തേജോമയനായ കർത്താവ് നിന്റെ അടുക്കൽ ഇറങ്ങി വരും. മോശ കൊണ്ട് ഇത് അവസാനിച്ചതല്ല, ഇപ്പോഴും അത് തുടരും. നീ കാത്തിരിക്ക്. എൻ്റെ ഒരു ആത്മീയ ശിഷ്യനും എൻ്റെ ഒരു വാത്സല്യ സഹോദരനുമായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ, പേരോ നാളോ ഞാൻ പറയുന്നില്ല, തൻ കുടുംബമായിട്ട് അമേരിക്കയിലാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്നെ കാണുവാൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. എന്നാൽ താൻ തന്നെ ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ തീരുമാനമെടുത്തപ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. തൻ്റെ കൈകാലുകളും തൻ്റെ ശരീരവും തളർന്നു പോയി. താൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളമായിരുന്നു താൻ ഒരേ കിടക്കയിലാണ്. ഡോക്ടേഴ്സ് 3 ദിവസം കൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കയില്ല, ആള് തീർന്നു പോകുമെന്ന് ഡോക്ടേഴ്സ് അവിടെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ 11 മാസമായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവന് വലിയ വ്യത്യാസങ്ങൾ ശാരീരികമായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. തൻ്റെ സഹധർമ്മിണി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ യേശു എൻ്റെ പ്രിയപ്പെട്ടയോട് കൈവിടുകയില്ല, അവൾ ജീവിപ്പിക്കും. ഞാൻ വിളിക്കുമ്പോൾ കണ്ണു തുറക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ നാക്കുകൾ ചലിപ്പിക്കുന്നുണ്ട്. ദൈവം വിടുതലിൻ്റെ ശക്തി അയച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ട് തളർന്നു പോകുന്ന രംഗങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ നീ കാത്ത് രാത്രിയോ പകലോ, അതായത് കഷ്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ മറികടന്ന് പോകുമ്പോൾ, പകലായാലും രാത്രിയായാലും സന്തോഷമായാലും ദുഃഖമായാലും മറികടന്ന് പോകുമ്പോൾ നീ അവിടെ തന്നെ ഇരിക്ക്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആ കൽപ്പലകയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണം 10 കൽപ്പനകളാണ്. അതാർക്കും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല, വെട്ടിത്തിരുത്താനുള്ളതല്ല. അവൻ എഴുതി കൊടുത്തു ജനത്തിന് വേണ്ടി. അവിടെ ഞാൻ ദീർഘിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ആ ഭാഗം ചിന്തിക്കുന്നില്ല. ആ കൽപ്പലകയിൽ എഴുതിയിരിക്കുന്ന പ്രമാണം
സ്വർഗത്തിലെ തമ്പുരാൻ തൻ്റെ കൈവിരലുകൾ കൊണ്ട് തന്നെ എഴുതിയതാണ്. എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണം വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാകയാൽ നീ അതിനെ നിസ്സാരമായി കരുതരുത്, ലളിതമായി കരുതരുത്, ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു ബുക്കെന്ന് പറഞ്ഞ് തള്ളരുത്. അത് മുഴുവനും ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അത് ശക്തീകരിക്കുന്നതാണ്, അത് നിന്നെ ഉയർത്തുന്നതാണ്, നിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്നതാണ്, നിന്റെ പാപക്കറകളെ കഴുകിയെടുത്ത് ദൈവത്തിന് കൊള്ളാവുന്ന മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വചനമാണ് നീ ലളിതമായി നിസ്സാരമായി തള്ളിക്കളയുന്നെങ്കിൽ പ്രിയപ്പെട്ടവനെ, ദിവസേന തിരുവചനം ധ്യാനിച്ച് അതിൽ നിന്ന് ലഭിക്കുന്നതുമായ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകും. ദൈവം നിന്നെ കൈവിടുകയില്ല. മോശയ്ക്ക് കിട്ടിയതായ കൽപ്പനയ്ക്ക് പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ ഒരു നിഴലായി നിൽക്കുന്നു എന്നും കൂടെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷകനായിട്ട് കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവന്റെ അകവും പുറവും ഒരുപോലെ എഴുതപ്പെട്ടിരുന്നു. അവന്റെ സ്വഭാവം, അവന്റെ ചിന്തകള്, അവന്റെ പ്രവർത്തന ശൈലികള്, അവന്റെ നോട്ടങ്ങള്, അവന്റെ എല്ലാവിധമായ ആക്ടിവിറ്റീസും ആമേൻ പിതാവായ ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്താൽ അല്ലാതെ തൻ്റെ പുത്രന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും പറയുവാൻ കഴിയുന്നില്ല എന്ന് തിരുവചന സത്യങ്ങൾ യോഹന്നാൻ 5-ാം അധ്യായം മുതൽ എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് തന്നല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ പിതാവിനോട് കൽപ്പിച്ചിട്ടില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അവൻ തരുന്നല്ല ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇതാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ സുവിശേഷം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിഴലായി നിൽക്കുന്ന ഒരു പലകമാണ് മോശയുടെ കയ്യിലിരിക്കുന്നത് പലക. അവിടെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ പലകയുമായിട്ട്, കൽപ്പലകളുമായിട്ട്, ന്യായപ്രമാണത്തിന്റെ പലകയുമായിട്ട് 40 ദിവസം കാത്തിരുന്നിട്ട് ലഭിച്ച അതിശ്രേഷ്ഠമേറിയ പ്രമാണവുമായിട്ട് ലോകത്തിൽ അന്ന് വരെയും അതിനുശേഷവും ആർക്കും കൊടുത്തിട്ടില്ലാതെ അതിശ്രേഷ്ഠമേറിയ പ്രമാണം, നിത്യനായ ദൈവം തൻ്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് എഴുതിയ അഗ്നിയുടെ പ്രമാണം മോശയ്ക്ക് ഏറ്റുവാങ്ങാൻ ലഭിച്ചെങ്കിൽ അതൊരു വലിയൊരു പദവിയാണത്. അത് ഏറ്റുവാങ്ങി ഉത്തരവാദിത്വത്തോടെ ഇറങ്ങി വരുമ്പോൾ പർവ്വതത്തിന്റെ അടിസ്ഥാനത്ത് 2 ചെറുപ്പക്കാർ കാത്തു നിൽപ്പുണ്ട്. മോശയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന 2 വിശുദ്ധന്മാർ അവിടെ നിൽപ്പുണ്ട്. ഒരുവൻ യോശുവയാണ്, മറ്റവൻ വിശുദ്ധനായ കാലേബാണ്. 2 പേരും മോശയെ കണ്ടു, സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു, മോശ അവരെ അനുഗ്രഹിച്ചു. ഒക്കെ നടന്ന സംഭവങ്ങളായിരിക്കും. അവിടുന്ന് ഇറങ്ങിയ ഉടനെ മോശ ചോദിച്ചു, ജനത്തിന് നടുവിൽ കേൾക്കുന്ന ആരവാരം എന്ത്? ആരവാരം എന്ത്? അവിടെ ഹല്ലേലൂയ അല്ല കേൾക്കുന്നത്, സ്തോത്രമല്ല കേൾക്കുന്നത്, പാട്ടിന്റെ ഇരടികളല്ല, മൈക്കിന്റെ മുഴക്കമല്ല കേൾക്കുന്നത്. ആരവാരം, ആരവാരം. എന്തൊക്കെയോ ആരവാരങ്ങളുമായിട്ട് ജനം നടക്കുന്നു. യോശുവയും കാലേബും പറഞ്ഞു, നെഞ്ചത്തിടിച്ചോടും പറഞ്ഞു, യജമാനനെ, ജനം പാപം ചെയ്തു പോയി, ജനം വഷളായി കഴിഞ്ഞു, ദൈവം യഹോവയായി ദൈവത്തെ വിട്ടുകളഞ്ഞു. അവരിപ്പോൾ ആണ്ടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, അതാണ് ദൈവം എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പില് ആരവാരം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു. എന്റെ സഹോദര, എന്റെ സഹോദരി, 40 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ദൈവസനെ മുട്ടിന്മേലിരുന്ന് നേടിയെടുത്ത ദൈവത്തിന്റെ ആലോചനയുമായിട്ട്, ദൈവത്തിന്റെ പ്രമാണവുമായി വരുമ്പോൾ ജനത്തിന് നടുവിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഇതാണെങ്കിൽ എങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും? പ്രിയപ്പെട്ട മാതാവേ, നീ പ്രസവിച്ച് വളർത്തിയ നിന്റെ പൈതല് അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയിൽ വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ സന്തതി മദ്യപാനിയും വെറിക്കൂത്തുകാരനും ദുർനടപ്പുകാരനും കഞ്ചാവ് വിൽപ്പനക്കാരനും കള്ളക്കടത്തുകാരനും ഒക്കെയായിട്ട്
പോലീസും കോടതിയും ജയിലറകളുമായി കഴിയുന്ന വാർത്ത നിനക്ക് കേട്ടാൽ നീ എങ്ങനെ സഹിക്കും? നിശ്ചയമായിട്ടും നിന്റെ സന്തതികൾ ദൈവകൃപയിൽ നിൽക്കുന്നത് കേൾക്കുന്നതാണ് ഇതൊരു ആത്മീയ മാതാപിതാക്കളുടെയും സന്തോഷം. അത് വിട്ടുപോയാൽ അവർക്ക് ഹൃദയത്തിൽ ദുഃഖമാണ്, വലിയ വേദനയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, താൻ പ്രതിനിധീകരിച്ചിരിക്കുന്ന ജനം, അന്നത്തെ എൻ്റെ ഭാഷ പറഞ്ഞാൽ MP അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ഉന്നത അധികാരമുള്ളതായ മോശ ജനത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത ഇതാണ്. മോശ പരിസരം മറന്നു. ഒരു വശത്തവൻ മനുഷ്യനല്ലേ, പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ഈ ജനത്തെ കുറിച്ച് ഓർത്തപ്പോൾ സഹിക്ക വയ്യാത്ത വിഷമം അവനെടുത്തു ചെന്നു. ഇവരുടെ ആരവാരം കേട്ട് ദുഃഖിച്ചുകൊണ്ട്, വേദനയോടെ, വളരെ ഭാരത്തോടെ, താൻ ഒന്നും ചിന്തിച്ചില്ല. തൻ്റെ കയ്യിലിരുന്ന കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ മനസ്സിലെ ചിന്ത ഇതായിരിക്കും, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ പലകയിനെ കൊണ്ടുപോകേണ്ടത്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ ന്യായപ്രമാണം ഒഴിക്കേണ്ടത്? ഇത് ഏറ്റുവാങ്ങേണ്ട ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, അന്യദേവനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, അതിൻ്റെ ചുറ്റും കിടന്ന് പോയും വിളിച്ചുകൊണ്ട് ആരവാരമിടുമ്പോൾ ഞാൻ പോയി നേടിയെടുത്തുകൊണ്ട് വന്ന ദൈവത്തിൻ്റെ ആലോചന ഇനി ആർക്കു വേണ്ടി? അവൻ സഹിക്കവയ്യാത്ത വേദനയോടെ ആ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പൊട്ടിച്ച കഷണങ്ങൾ യോശുവയുടെ കാലേബിനോട് പറഞ്ഞു, അത് പെറുക്കിയെടുക്കാൻ പറഞ്ഞു. പെറുക്കിയെടുത്തു. ആ പൊട്ടിച്ചതെല്ലാം പൊടിച്ചെടുക്കാൻ പറഞ്ഞു. അത് പൊടിച്ചെടുത്തു. വെള്ളത്തിൽ കലക്കി ആ പോയും വിളിച്ചു തന്ന കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരുന്ന, കാള ദൈവമായി വെച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ക്യൂ നിർത്തി ഓരോ ഔൺസ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഔൺസ് വീതം ഈ ഗുണം പിടിക്കാത്ത ജനത്തെ കുടിപ്പിച്ചു. ഞാൻ പേരിടുന്നത് ന്യായവിധിയുടെ കഷായം അവരെ കുടിപ്പിക്കുകയാണ്. ഇതൊരു വലിയ സംഭവമാണ്. മോശ വളരെ വേദനിച്ചു. പെട്ടെന്ന് അവർ റിപ്പന്റ് ചെയ്തു. ഹോവിയായ ദൈവന്റെ കയ്യിൽ തന്ന ന്യായപ്രമാണത്തിന് പലക ഞാൻ പൊട്ടിച്ചു കളഞ്ഞല്ലോ. ആ വിഷമം വന്നപ്പോൾ അവൻ ആദി കയറി, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ദേഷ്യം കൊണ്ട് ചെയ്തു പോയി, മനുഷ്യനല്ലേ, അവൻ്റെ സംഭവിച്ചു പോയതാണ്. അവനോടി വീണ്ടും അതേ പർവ്വതത്തിലേക്ക് പിന്നെയും ഓടി, ദൈവമേ രക്ഷിക്കണമേ അലമുറയിട്ടവൻ കരഞ്ഞ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്തത് നഷ്ടമാക്കി പോയിട്ട് സാരമില്ല എന്ന് പറഞ്ഞു പോകുന്ന അനേകരുണ്ട്. ദൈവം തന്ന കൃപ, ദൈവം തന്ന കണ്ണുനീര്, ദൈവം തന്ന പ്രാർത്ഥനാ സ്വഭാവം, ദൈവം തന്നതായ സുവിശേഷത്തിന്റെ വിത്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഭക്തന്മാരല്ല കർത്താവിന് വേണ്ടിയത്. നഷ്ടപ്പെട്ടു പോയത് മടക്കി തരണമെന്ന് പറയുവാൻ ജാഗ്രതയോടെ 42-ാം സങ്കീർത്തനം 42-ാം അധ്യായം 23-ാം വാക്യം നിങ്ങൾ നോക്കണം. മടക്കി തരിക എന്നാരും പറയുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഇവിടെ തൽക്കാലം ഈ ദൂത് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുമ്പോൾ പറയുന്നു, നീ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു നേടിയെടുത്തായ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന രംഗം വരുമ്പോൾ സാരമില്ല, രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന ബ്രദറൻ വ്യൂഹം പഠിപ്പിക്കുന്നത് പോലെ, വേർപാടുകാർ പഠിപ്പിക്കുന്ന പോലെ, ആമേൻ, രക്ഷ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് പഠിപ്പിക്കുന്ന പഠനമല്ല. താഴെ വീണാൽ പൊട്ടിപ്പോകുന്നതാണിത്. വിശുദ്ധിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നഷ്ടപ്പെട്ടു പോയല്ലോ എന്നല്ല, സാരമില്ല എന്ന് പറയാനല്ല, മടക്കി കിട്ടാൻ വേണ്ടിയുള്ള ആ ഓട്ടം നിങ്ങൾ കാണണം. മോശയുടെ ആ സ്പീഡ് ഏതുള്ള ഓട്ടം, ഉഷയേക്കാൾ സ്പീഡിലാണ് പോകുന്നത്. ഞാൻ പറയുന്നു,
എൻ്റെ യജമാനെ, എൻ്റെ ദൈവമേ, എനിക്ക് ലഭിച്ച കൃപ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ലഭിച്ച പ്രമാണം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ പർവ്വതത്തിൽ പോയി മുട്ടുമടക്കുന്ന മോശയെ കണ്ടുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ദൂതിയോട് നിർത്താം. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം, വീണ്ടും കാണാം. ഇതവിടെ അവസാനിക്കുന്നതല്ല, നമുക്ക് വീണ്ടും കാണാം. ആ ഓടിപ്പോയിരുന്ന് കരയുന്ന മോശയെ നീ കണ്ടുകൊണ്ട് നിന്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ആമേൻ ലഭിച്ച ദൈവകൃപ എങ്ങനെ ഉപയോഗിക്കുന്നു, നഷ്ടമായോ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നീ നിന്നെ തന്നെ ദൈവസഭയിൽ ഒരു മടങ്ങി വരവിനും യഥാസ്ഥാനത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രഭാതയാമത്തിലെ ഈ ദൂത് അവസാനിക്കുന്നു എങ്കിൽ അത് നിന്റെ അനുഗ്രഹമായി തീരും. നീ ഇടപെടും നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം, നിന്റെ സഭയുടെ അനുഗ്രഹം, നിന്റെ എല്ലാ വഴികളും അത് അനുഗ്രഹമായി മാറും. ഈ കോവിഡിന്റെ ദുരന്തങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും, സഹായിക്കും. നിന്റെ അതിവേദന മാറ്റി ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവകൃപ സകലരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇഷാല ബൗഡി ലഭിക്കരം സൽക്കലിയ. ഞങ്ങളുടെ കർത്താവും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ട്, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകുന്നു എന്ന വചനത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ഇത് കർത്താവെ ശക്തിയോടെ ഈ തിരുവചനം സൂക്ഷിപ്പാൻ എളിയവന് പിന്നെയും കൃപ തരയണം. ഇത് കേൾവിക്കാർക്ക് വലിയ വിടുതലും അനുഗ്രഹമായി തീരണം. ഒരു വലിയ വിടുതൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ പ്രമാണം ഏറ്റുവാങ്ങുവാൻ ഒരു കാത്തിരിപ്പിന്റെ അനുഭവം. അരമണിക്കൂർ, 3/4 മണിക്കൂറല്ല, പ്രമാണം ലഭിക്കുവോളം, ദൈവത്തിന്റെ അകപ്പാട് ലഭിക്കുവോളം കാത്തിരിക്കുന്ന നല്ല മനസ്സാക്ഷിയുടെ ഉടമകളായിട്ട് എൻ്റെ കേൾവിക്കാരെ ആക്കണവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അടിയങ്ങളെ ഒന്നിച്ചാക്കണവേ കർത്താവേ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട സകലവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം ഇതിന് പിന്നിൽ ഉണ്ടാകണമേ. അന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.